ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യലായിട്ടൊരു കുക്കിംഗ് ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് ചിപ്പി കിട്ടി. അപ്പോൾ ചിപ്പി ഉണ്ടാക്കുന്ന ഒരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയെന്ന് കാണിച്ചത് ബാ, വീഡിയോയിലേക്ക് പോകാം. ചിപ്പി ഇതാ വെള്ളത്തിൽ ഇട്ടിട്ടുള്ളൂ. ഇനി ക്ലീൻ ചെയ്ത് ഇത് വേവാൻ വേണ്ടി വെക്കണം. ചിപ്പി ഇഷ്ടമാണോ? ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം. അങ്ങനെ ഞാൻ ഇതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെന്തതിന് ശേഷം തോടിളക്കി ഫ്രൈ ചെയ്യാം. അങ്ങനെ ഇത് അങ്ങനെ ഇത് തോടിന് ഇളക്കി എടുത്ത് ക്ലീൻ ചെയ്യും. ഗായ്സ്, അങ്ങനെ ഇതാ ചിപ്പി വൃത്തിയാക്കി ഇതാ മിക്സ് ചെയ്യാൻ പോവാണ്. ഏകദേശം നല്ല വലുതാണ്, അത്ര കുഞ്ഞെന്ന് പറയാനില്ല. എങ്ങനെയുണ്ട് ദിയ ചിപ്പി? മിക്സ് ചെയ്യാം. ദിയ ഇതാ വെയിറ്റിംഗ് ആണ്. ചെയ്യും. ഹേ ഗൈസ്, അങ്ങനെ ഞങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ നേരം കൊണ്ട് ഇതിന് കുറച്ചുകൂടെ ഗ്രേവി കൊടുക്കാം. ഇത് ഡ്രൈ ആയിപ്പോലും. അപ്പോൾ കുറച്ചുകൂടെ തോരൻ പോലെ ആകുമ്പോൾ പിന്നെ എളുപ്പമില്ല. പിന്നെ കുറച്ച് ഉള്ളി വഴറ്റി അതിൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചുകൂടെ ഒരു തോരനില്ല ഒരു കറി ഫീൽ ചെയ്യും. അതുകൊണ്ട് ഉള്ളി വഴറ്റി ഇടാനായിരുന്നു. അങ്ങനെ ഒരു ചട്ടി എടുത്ത് ഉള്ളി വഴറ്റി ചിപ്പി അതിൻ്റെ കൂടെ പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളി വഴറ്റിയതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊരിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു എളുപ്പ പണിയാണ് കഴിച്ചത്. നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇഞ്ചി യാതൊന്നുമില്ല. തൽക്കാലം ഉള്ള കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ ചെയ്യും. ചിപ്പി പൊതുവെ കുറച്ച് പാടുള്ള കാര്യമാണ്. ഒന്നും വേവിക്കാൻ തോടിളക്കി വേവിക്കാൻ വെച്ച്. ചിപ്പി കുറച്ച് പാടുള്ള കാര്യമാണ്. കാരണം തോടിളക്കി വേവിക്കാൻ വെച്ച് ഇളക്കി വീണ്ടും പരത്തി കുറച്ച് പാടാണ്. പക്ഷെ ഇതുപോലെയുള്ള ഇടയ്ക്കിടയ്ക്ക് വേവിച്ച് കഴിക്കാൻ ടേസ്റ്റ് ഉള്ളതാണ്. സീസണൊക്കെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഈസി ആയിട്ട് വേവിച്ചെടുക്കാം. പാടാണെങ്കിൽ നമുക്ക് കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ കൊണ്ടൊക്കെ തന്നെ വെന്ത് കിട്ടിയാൽ പിന്നെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. കൂടെ അരിയിലൂടെ ഫ്രൈകൾക്കെല്ലാം കരിയപ്പന മസ്റ്റാണത്. വേവാനൊക്കെ നല്ല എളുപ്പമാണ്. പക്ഷെ കുറച്ച് വൃത്തിയാക്കി എടുത്ത് കുറച്ച് പാടുള്ള കാര്യമാണ്. പക്ഷെ വെന്ത് കിട്ടാൻ പെട്ടെന്ന് വേവില്ല. വെന്ത് കഴിഞ്ഞ് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം അറിയാം. അങ്ങനെ ഇതാ വെന്ത് കഴിഞ്ഞ് ഇനിയുള്ളതെന്ന് വെച്ചാൽ ഇനി അങ്ങനെയൊന്നുമില്ല. ഇനി നമുക്കത് സെർവ് ചെയ്യാമെന്നുള്ളതാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ എളുപ്പ പണി ചെയ്തതാണ്. പ്രതീക്ഷിക്കാതെ കൊണ്ടുവന്നപ്പം ദിയയ്ക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും വെക്കണം എന്നുള്ള ഇതിൽ പെട്ടെന്ന് വെച്ചതാണ്. പക്ഷേ സമയം എടുത്ത് ഏകദേശം 3/4 മണിക്കൂറൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തൊക്കെ വരാൻ കുറച്ച് സമയമായി. ഈ ഫൈനൽ ലുക്ക് കുറച്ചുകൂടെ ആവുമ്പോൾ ഒരു ഫൈനൽ ലുക്കൊക്കെ വരും. ഇത് കുറച്ച് ഇങ്ങനെയുള്ള ഉള്ളിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡ്രൈനെസ് ഉണ്ട്. അത് ഉള്ളിയും കൂടെ ആകുമ്പോൾ കുറച്ച് ഒരു മിക്സ് ചെയ്തൊക്കെ തിന്നാനുള്ളൊരു ഇത് വരും. അല്ല നമ്മൾ വെറും ഫ്രൈ ചെയ്ത് വെച്ചാൽ അത് കുറച്ച് ഇതാണ്. ഇത് ഉള്ളിയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യമായിട്ട് തന്നെ കഴിക്കാം. ഹേ ഗായ്സ്, അങ്ങനെ ഇതാ 3/4 മണിക്കൂറിൻ്റെ പ്രയത്നം കൊണ്ട് ചിപ്പിയായി. എങ്ങനെയാണത്? 3/4 മണിക്കൂറിൻ്റെ പ്രയത്നം കൊണ്ട് ഇതാ ചിപ്പി ഉണ്ടായി കഴിഞ്ഞു. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടാൽ നല്ല സമയം എടുക്കും. അതാണ് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാൻ തന്നെ പാടാണ്. അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ചാച്ചാ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദിയ ടാറ്റ കൊടുക്കുമോ?